ആര്യ, നീ എന്ത് ഈ വഴി വന്നേ? ഞാൻ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. താൻ ഇവിടെ വന്നോ? തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ എന്റെ പിറകെ നടന്നെങ്കിൽ ശല്യം ചെയ്യില്ലെന്ന്. ശല്യോ? എന്ത് വർത്താനാ മോളെ? എന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പിന്നെ ഞാൻ വരണ്ടേ? വഴിന്ന് മാറ്. പോലെ നിക്കി. നമ്മുടെ ന്യൂ തിയേറ്ററിലെ ഒരു ഇംഗ്ലീഷ് പടം വന്നിട്ടുണ്ട്. അതിന് 2 ടിക്കറ്റ് എടുത്തോണ്ടാ ഞാൻ വന്നു. നമുക്ക് വിട്ടാലോ? എനിക്കെന്ത് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇനി എന്നെ ശല്യം ചെയ്താ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. അയ്യോ, പേടിപ്പിക്കല്ലേ. എന്റെ ഫോൺ കണ്ടോ? ഞാൻ പേടിച്ചു പോയി. നീ വെറുതെ കോമഡി അടിക്കല്ലേ, വേഗം വരാൻ നോക്ക്. ഷോയ്ക്ക് ടൈമായി. അവള് നിന്നെ അടിച്ചിട്ട് നീ എന്താ ചെയ്യാത്തത്? അവളിപ്പോ പോട്ടെ, അവളെ പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് നീ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. മര്യാദയ്ക്ക് ആദ്യമേ സമ്മതിച്ചിരുന്നെങ്കിൽ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. കണ്ടല്ലോ, ഇനി നീ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യും ഇല്ലേ? പിന്നെ ഇത് നീ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ ഫേമസ് ആകാൻ പോകുന്നത് നീ ആയിരിക്കും. അറിയാലോ, ഈ വീഡിയോ ഞാനിങ്ങനെ നെറ്റിലിടും. ഓക്കെയോ? ഇനി നീ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യും ഇല്ലേ? ഇത് നീ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ ഫേമസ് ആകാൻ പോകുന്നത് നീ ആയിരിക്കും. അറിയാലോ? ഞാൻ വിളിച്ചൊരു കാര്യം പറയാനാ. നാളെ നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട്. ഞാൻ പറയുന്നിടത്ത് നീ വരണം. ലൊക്കേഷനൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യാം. പിന്നെ വീഡിയോയുടെ കാര്യം മറന്നിട്ടില്ലല്ലോ അല്ലേ? നീ വേറെ ബുദ്ധിമോശമൊന്നും കാണിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ശരി, നാളെ കാണാം. മോളെ, നീ അവിടെ എന്തെടുക്കുവാ? വേഗം കഥ തുറക്ക്. എന്തു പറ്റി മോളെ? എന്താ മോക്കം വല്ലാതിരിക്കുന്നു? എന്താ സുഖമില്ലേ? നിന്റെ കയ്യിലെന്താ? എന്തുവാടി ഇത്? എന്തു പറ്റി മോളെ? നീ കരയാതെ കാര്യം പറ. മോളെ, നീ ഇനി കരയരുത്. കണ്ണുടക്കി. അങ്ങനെ കരഞ്ഞു തീർക്കാനോ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാനോ ഉള്ളതല്ല നിന്റെ ജീവിതം. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ കരയുന്നത്? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇനി ഒരു നിമിഷം പോലും ആ സംഭവത്തെ ഓർത്ത് കരയരുത്. തെറ്റ് ചെയ്തോമാരൊരു കൂസലുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത നീയാണോ ആത്മഹത്യ ചെയ്യേണ്ടത്? ഒന്നും വേണ്ട. നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മളൊരു പേപ്പട്ടി അടിച്ചാൽ നമ്മൾ പോയി ചാവും? അതോ മുറിവടങ്ങ് മരുന്ന് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കും? നിന്റെ കൂടെ ഈ അച്ഛനുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കും. നീ ആ ഫോണും എടുക്ക. നീ കുറച്ചു കാലത്ത് ഈ ഫോണൊന്നും ഉപയോഗിക്കണ്ട. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് എന്തായാലും കഴിക്കാം.
യുവതികളെ പ്രണയം നടിച്ചു വരുതിയിലാക്കി വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന യുവാവ് പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി വൈശാഖിനെയാണ് തമ്പാനൂർ പോലീസ് ഒരു രഹസ്യ ഓപ്പറേഷൻ വഴി അറസ്റ്റ് ചെയ്തത്. പ്രതി 30ഓളം യുവതികളെ ഇത്തരം ബ്ലാക്ക്മെയിലിങ്ങിന് ഇരയാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം. വൈശാഖിന്റെ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നും അവരെ ഉടനെ അറസ്റ്റ് ചെയ്ത് തെറ്റിനുള്ളവന് കിട്ടിയ മോളെ ജയറാം അറിയിച്ചു. മോളെ അതോർത്ത് വിഷമിക്കണ്ട. നിനക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ ആരാ? ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ എന്ത് ചെയ്തെന്ന് നിനക്ക് അറിഞ്ഞൂടല്ല. അടങ്ങിയില്ലടാ. ഹലോ, ആ പറയൂ സർ. എനിക്ക് തൻ്റെ ഒരു ഹെൽപ്പ് വേണം. കൊല്ലണ്ടേ അവനെയൊക്കെ? എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ച ഇവനൊന്നും ജീവനോടെ ഇരിക്കാൻ പാടില്ല. ആദ്യം അവന്റെയൊക്കെ സാധനം പട്ടി കിട്ടു. സാറിന്റെ ഇമോഷൻ എനിക്ക് മനസ്സിലാവും. യവനെയൊക്കെ കൊല്ലാതെ വിട്ട ഇന്ന് എന്റെ മോക്ക് സംഭവിച്ചത് നാളെ മറ്റൊരു പെണ്ണിന് സംഭവിക്കും. എന്നെപ്പോലെ പെമ്മക്കളുടെ അച്ഛന്മാർക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? നിന്റെ ഫോൺ എവിടെടാ? ചെക്ക് ചെയ്യ. നീയൊക്കെ ഇതൊക്കെ കാണിച്ചല്ലടാ പാവം പെണ്ണുങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പിൽ തീരുന്നതല്ല ഒരു പെണ്ണിന്റെ മാനമെന്ന് ഓരോ പെൺകുട്ടിയും തിരിച്ചറിഞ്ഞാൽ മതി. നിന്നെ പോലുള്ള നാറികളുടെ കയ്യിൽ ഒരു പെണ്ണും അകപ്പെടില്ല. ഇത് സാറിന്റെ കയ്യിലിരിക്കട്ടെ. ഇവന്റെ പേരിൽ മറ്റു കേസുകൾ ഉള്ളതുകൊണ്ട് ഇനി ഇവൻ പുറലോകം കാണാതിരിക്കുന്ന കാര്യം ഞാനേ. സാർ വയ്ക്കും. ഇവന്റെ പേരിലുള്ള എല്ലാ കേസും വെച്ച് ഇവനെ പൂട്ടണം. താൻ പോയി മീഡിയ അറിയിക്കും. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവന്മാര് തല ഉയർത്തി നടക്കുന്നു. അതേസമയം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി നാണക്കേട് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇതിനൊക്കെ കാരണക്കാരാരാ? ഇതിനൊക്കെ കാരണക്കാർ മറ്റാരുമല്ല, നമ്മുടെ നാറിയ സമൂഹം. ഇന്ത്യയിൽ ഓരോ 15 മിനിറ്റിലും ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയാവുകയാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെക്കാളും ഏറ്റവും വിഷമകരമായ കാര്യം എന്തെന്നാൽ ഒരു കുറ്റവും ചെയ്യാത്ത ഈ പാവപ്പെട്ട പെൺകുട്ടികളിൽ പലരും നാണക്കേട് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ്. ഇത്തരം ആത്മഹത്യകൾക്കും ആത്മഹത്യാ പ്രേരണകൾക്കും കാരണക്കാർ മറ്റാരുമല്ല, നമ്മുടെ സമൂഹം തന്നെയാണ്. എന്തെന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നവനേക്കാൾ നാണക്കേടുകളും കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലുകളും അനുഭവിക്കേണ്ടി വരുന്നത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഈ നാറിയ ചിന്താഗതി ഇനിയെങ്കിലും മാറണ്ടേ. ഇനി പെൺകുട്ടികളോടൊരു കാര്യം, നിങ്ങൾ ഇത്തരമൊരു അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക. ഇനി മറ്റൊരു പെൺകുട്ടിക്കും ഇത് സംഭവിക്കാതിരിക്കാൻ ശബ്ദമുയർത്തേണ്ടതും കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതും അതിജീവനത്തിലൂടെ മറ്റുള്ളവർക്കൊരു മാതൃകയാകേണ്ടതും നിങ്ങളാണ്. ഇനി വീഡിയോ ദൃശ്യങ്ങളോ മോർഫ് ചെയ്ത ചിത്രങ്ങളോ ഉപയോഗിച്ച് ആരെങ്കിലും നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ ഭീഷണിക്ക് വഴങ്ങാതെ ഉടനെ തന്നെ മാതാപിതാക്കളുടെയോ ഉറ്റവരുടെയോ സഹായം തേടുക. നിങ്ങളുടെ ഭയത്തെയാണ് ഇത്തരക്കാർ ആയുധമായി മാറ്റുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇവരുടെ കെണിയിൽ നിങ്ങൾ അകപ്പെടാതിരിക്കുക. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും ഇല്ലാത്ത അവർക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു രാജ്യം നമുക്ക് ഓരോരുത്തർക്കും കെട്ടിപ്പടുത്താം. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിക്കാനും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും നമ്മൾ ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പീഡനത്തിനിരയായതിന്റെ പേരിൽ ഒരു കുറ്റവും ചെയ്യാത്ത പാവപ്പെട്ട പെൺകുട്ടികൾ ഇനിയെങ്കിലും ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ഈ സമൂഹം മാറാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന